ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, സോ ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. സോ ഒരു സ്കിൻ കെയർ റുട്ടീൻ, അതായത് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് കണ്ടാലോ. അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ് വാഷാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ്. ഞാൻ നോർമലി ഹിമാലയയുടെ ഫേസ് വാഷസാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഞാനിപ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇപ്പം പുറത്തുനിന്ന് വന്നത് കൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യണം. വീട്ടിൽ തന്നെയാണെങ്കിൽ ഞാൻ ഫേസ് വാഷ് ചെയ്യാറില്ല. ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാനിപ്പം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. സോ ഫേസ് വാഷ് അപ്ലൈ കേട്ടോ. സോ ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹിമാലയയുടെ ഫേസ് വാഷസാണ് ഞാൻ യൂസ് ചെയ്യാറ്. ആൻഡ് അതുപോലെ തന്നെ മാമാ എർത്തിൻ്റെ ഞാൻ അപ്താൻ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തു ടാൻ റിമൂവലിന് വേണ്ടി. അതും കുഴപ്പമില്ല. ബട്ട് കൂടുതൽ ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷസാണ് യൂസ് ചെയ്യണത്. ഞാൻ ദേ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. സോ ഞാനിപ്പം ഇനി യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐസ് റോളോൺ അല്ല, ഐസ് ക്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പം അതാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പൊതുവെ നോർമൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. സോ നോർമൽ ഐസ് ക്യൂബ് വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു എന്താ പറയുക വ്യത്യാസമൊന്നും തോന്നിയില്ല. ബട്ട് ഞാൻ ഒരു കുറേ ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 2 to 3 വീക്സോളം തന്നെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ ഐസ് ക്യൂബ് യൂസ് ചെയ്യണം. നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ ഫേസ് എല്ലാം ക്ലിയർ ആവും, അതുപോലെ തന്നെ ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറും കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റാണ് നമ്മുടെ ഈ ഐസ് ക്യൂബ്. ഞാനിപ്പോൾ ഇവിടെ കഞ്ഞിവെള്ളവും അലോവേറ ജെല്ലും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ഐസ് ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതും വലിയ കുഴപ്പമില്ല. ബട്ട് എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടമായത് എനിക്ക് തോന്നുന്നു ഇത് ഞാനിപ്പം 2-3 ദിവസമായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴേ അറിയുള്ളൂ. സോ ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വേറൊരു വീഡിയോയിൽ എന്തായാലും പറയാനായിരിക്കും. ബട്ട് കഞ്ഞിവെള്ളം ഞാൻ യൂസ് ചെയ്ത് പറയുകയാണ്, സൂപ്പർ സാധനമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഏത് ഫേസ് പാക്ക് ആയിക്കോട്ടെ എന്ത് യൂസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏത് ടൈപ്പ് ഓഫ് നമുക്ക് പല ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്സ് ഉണ്ട്. അതായത് ഡ്രൈ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, ദെൻ ഓയിലി സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് നമുക്ക് ഉണ്ടാവും. സോ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഐസ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഈ ചോറിൻ്റെ അംശം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് മുഖം ഒന്ന് തുടച്ച് ജസ്റ്റ് മൊത്തത്തിൽ തുടക്കിയാൽ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം സ്ക്രബും അതുപോലെ തന്നെ ഫേസ് പാക്ക് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പൊതുവേ സ്ക്രബും ഫേസ് വാഷൊക്കെ ഓൾട്ടർനേറ്റീവ് വീക്സിലാണ് ഞാൻ ചെയ്യാറ്. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തി അല്ല. ബട്ട് ഓൾട്ടർനേറ്റീവ് വീക്സിൽ ഞാൻ മാക്സിമം ഞാൻ സ്ക്രബ്സും ഫേസ് പാക്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ മോയ്സ്ചറൈസർ ഞാനിപ്പോൾ നിവ്യയുടെയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തായാലും നിവ്യയുടെ ഈ ഒരു മോയ്സ്ചറൈസർ പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയിരുന്നു. ബട്ട് ഇത് ഇപ്പം എനിക്ക് തോന്നുന്നൊരു 6 മന്ത്സോളം ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. മുഖം നല്ലപോലെ സോഫ്റ്റ് ആവും, ആ ഡ്രൈനെസ് എല്ലാം പോയി കിട്ടും. സോ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ലാക്മിയുടെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറേ ആയി വാങ്ങിച്ചിട്ട്. അപ്പം അതാണിപ്പോൾ ഞാനത് എപ്പോഴും യൂസ് ചെയ്യില്ല. ഈ ലിപ്സ് ഡ്രൈ ആവുകയാണെന്ന് തോന്നുമ്പോൾ ഒക്കെയാണ് ഞാൻ കൂടുതലും ഈ ലിപ് ബാം യൂസ് ചെയ്യാറ്. സോ ലിപ് ബാം യൂസ് ചെയ്തു. ചെറിയൊരു പിങ്ക് ഓർ റെഡിഷ് ടിൻറ്റും കൂടി ഇതിൻ്റെ കൂടെ വന്നുണ്ട് കേട്ടോ. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. സോ ഏകദേശമല്ല നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ സ്ക്രബ്സും അതുപോലെ തന്നെ ഫേസ് പാക്കിൻ്റെയും വീഡിയോ എന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ
ടൈപ്സിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ എന്തായാലും ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താണ് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണല്ലോ വീഡിയോയിൽ പറയണത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ വീഡിയോ എടുത്തു പക്ഷേ വോയിസ് എനിക്ക് ഇല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ എടുത്താണ്. സോ നമ്മൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്.